കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ PJ കുര്യൻ ശശി തരൂരിന് അറിയിക്കുന്നതിൽ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും തനിക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്നാണ് ശശി തരൂർ പറയുന്നത്. അങ്ങനെ തനിക്ക് വേറെ സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്ന ശശി തരൂരിന്റെ ആത്മാർത്ഥതയെ, സത്യസന്ധതയെ, പ്രതിബദ്ധതയെ PJ കുര്യൻ ചോദ്യം ചെയ്യുകയാണ്. ശശി തരൂരിന് എന്താണുള്ളത്? അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രാവീണ്യവുമുണ്ട്. പക്ഷെ ഇതാണോ ഒരു നേതാവാകാനുള്ള യോഗ്യത? നേതാവാകാനുള്ള യോഗ്യത ജനങ്ങളുമായുള്ള ബന്ധമാണ്. ശശി തരൂരിനേക്കാൾ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള അനേകം പേരില്ലേ? ശശി തരൂരിനേക്കാൾ സാഹിത്യത്തിൽ പ്രാവീണ്യമുള്ള അനേകം പേരില്ലേ? ചന്ദ്രനേക്ക് റോക്കറ്റ് അയച്ച മലയാളിയുണ്ട്, സോമനാഥൻ. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ നേതാവാക്കി കൂടാ? PJ കുര്യൻ ചോദിക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള ചേരിപ്പോര് പുറത്തു വരുന്നതിന്റെ ദൃഷ്ടാന്തമാണ് PJ കുര്യന്റെ പരസ്യമായ പ്രസ്താവന. കോൺഗ്രസ് സംഘടന ദുർബലമാണെന്ന് പറയുന്ന ശശി തരൂർ എന്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നില്ല? അദ്ദേഹം തിരുവനന്തപുരത്ത് നിൽക്കട്ടെ, തിരുവനന്തപുരത്ത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കട്ടെ. ശശി തരൂർ തിരുവനന്തപുരത്തുള്ളതിനേക്കാൾ കൂടുതൽ സമയം വിദേശത്താണുള്ളത്. അദ്ദേഹം ഇന്ത്യയിൽ വരട്ടെ. ഇതാണ് PJ കുര്യൻ പറയുന്നത്. ശശി തരൂരിന്റെ ഭാഷാ സ്വാധീനത്തെ എടുത്തു പറഞ്ഞുകൊണ്ട്, ഭാഷാ സ്വാധീനം മാത്രമുള്ളത് കൊണ്ട് ഒരാൾ നേതാവാകില്ലെന്നാണ് PJ കുര്യൻ പറയുന്നത്. അതേസമയത്ത് കോൺഗ്രസിന് നിരവധി നേതാക്കന്മാർ, കാമരാജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, കാമരാജ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഭാഷാ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഭാഷാ സ്വാധീനമില്ലാത്ത നിരവധി പേർ കേന്ദ്രമന്ത്രിമാരായിരുന്നിട്ടുണ്ട്, നിരവധി പേർ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. അവർ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷാ സ്വാധീനമല്ല നേതാവാകാനുള്ള ഒരാളുടെ യോഗ്യത എന്നാണ് PJ കുര്യൻ പറയുന്നത്. കടുത്ത ഭാഷയിലാണ് PJ കുര്യൻ ശശി തരൂരിനെ വിമർശിക്കുന്നത്.